തലവൻ 2024 മലയാളത്തിൽ റിലീസായ സസ്പെൻസ് ത്രില്ലർ സിനിമകളിൽ ഏറ്റവും മികച്ച സിനിമാ അനുഭവമാണ് തലവൻ നൽകിയത്. ഫീൽ ഗുഡ് സിനിമകളുടെ തോഴനായ ജിസ് ജോയ് ട്രാക്ക് മാറ്റിയതിനു ശേഷമുള്ള രണ്ടാമത്തെ ചിത്രമാണ് തലവൻ. തിയേറ്ററിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകൻ തീർന്നു പോകരുതേ എന്ന് മനസ്സാൽ ആഗ്രഹിക്കുന്ന തരത്തിലാണ് ഈ സിനിമയുടെ മേക്കിംഗ്. കഥകളും ഉപകഥകളും നിറഞ്ഞ ഈ ക്രൈം ത്രില്ലർ സ്റ്റോറിയിൽ ഞങ്ങൾക്ക് ആദ്യം പ്രശംസിക്കാൻ തോന്നുന്നത് എഡിറ്റർ സൂരജ് ESനെയാണ്. 2.25 മണിക്കൂറിൽ വളരെ മനോഹരമായി ഈ സിനിമയെ ഒട്ടും ലാഗില്ലാതെയാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. സൂരജിന്റെ കത്രികപ്പാടുകളെ പ്രേക്ഷകർക്ക് മനസ്സിലാകാത്ത വിധം ദീപക് ദേവിന്റെ പശ്ചാത്തല സംഗീതം ഫ്രെയിമുകളെ മനോഹരമായി തുന്നിച്ചേർത്തിട്ടുണ്ട്. ആനന്ദ് തേവർക്കാട്ടിന്റെയും ശരത് പെരുമ്പാവൂരിന്റെയും ആദ്യത്തെ ഈ തിരക്കഥാ സംരംഭത്തിന് സംഭാഷണങ്ങൾ എഴുതിയിരിക്കുന്നത് സംവിധായകൻ ജിസ് ജോയ് തന്നെയാണ്. ത്രില്ലർ സിനിമകളുടെ തിരക്കഥാരചനയുടെ ആദ്യഘട്ടത്തിൽ എഴുത്തുകാർ പലരും റിയലിസ്റ്റിക് ആയ സംഭാഷണങ്ങളായിരിക്കും എഴുതുക. എന്നാൽ സംവിധായകൻ സിനിമാറ്റിക്കായ അവതരണ രീതിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സംഭാഷണങ്ങൾ അത്തരത്തിലേക്ക് മാറ്റേണ്ടി വരും. അതായിരിക്കാം ജിസ് ജോയ് സംഭാഷണത്തിൽ കൈവച്ചത്. വളരെ നല്ല രീതിയിലാണ് അദ്ദേഹം സംഭാഷണങ്ങൾ തിരക്കഥയിൽ എഴുതി ചേർത്തിരിക്കുന്നത്. ഇനി ജിസ് ജോയുടെ സംവിധാനത്തിലേക്ക് വന്നാൽ, നമ്മൾ പലപ്പോഴും ചോദിക്കാറില്ലേ ആരാണ് ഒരു മികച്ച ഡ്രൈവർ എന്ന്? നിരത്തിൽ ഏറ്റവും കുറവ് ബ്രേക്ക് ഉപയോഗിക്കുന്ന, ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ യാത്രക്കാരൻ അറിയാതെ അത് നിർവഹിക്കാൻ കഴിയുന്ന ഒരാളാണ് മികച്ച ഡ്രൈവർ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അതുപോലെയാകണം ഒരു ത്രില്ലർ സിനിമയുടെ സംവിധായകൻ. സിനിമ തുടങ്ങി എവിടെയും ജിസ് ജോയ് ബ്രേക്ക് ചവിട്ടുന്നില്ല. കഥകളുടെ ട്രാക്കുകൾ മാറുന്നത് പ്രേക്ഷകൻ അറിയുന്നതേയില്ല. അത്ര മികച്ച രീതിയിൽ ജിസ് ജോയ് ഈ സിനിമയെ മുന്നോട്ട് ചലിപ്പിച്ചു. ശരൺ വേലായുധന്റെ ക്യാമറ കണ്ണുകൾ സിറ്റുവേഷൻസിന്റെ സീരിയസ്നെസ് ഒട്ടും ചോരാതെ തന്നെ ഒപ്പിയെടുത്തിട്ടുണ്ട്. ബിജു മേനോൻ ആസിഫ് അലി കോംബോയിലേക്ക് വന്നാൽ, 2 പോലീസ് ഉദ്യോഗസ്ഥരുടെ ഈഗോ ക്ലാഷ് സിനിമയിൽ അധികമില്ല. എന്നിരുന്നാലും അവരവരുടെ വേഷങ്ങളെ നല്ല രീതിയിൽ തന്നെ ഇരുവരും അവതരിപ്പിച്ചിട്ടുണ്ട്. അനുശ്രീ, കോട്ടയം നസീർ, പിന്നെ വില്ലൻ കഥാപാത്രം അവതരിപ്പിച്ചയാൾ 3 പേരും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. പലപ്പോഴും ഒരു സിനിമയ്ക്ക് 2ാം ഭാഗമുണ്ടെന്ന് പ്രേക്ഷകനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവസാനം ഒരു സീനോ മറ്റോ എഴുതി ചേർക്കുന്നതിൽ നിന്നും വ്യത്യസ്തമാണ് ഈ സിനിമയുടെ എഴുത്തുരീതി. സിനിമയുടെ 2ാം ഭാഗത്തിലേക്ക് പിടിച്ചു കയറാനുള്ള നൂലുകൾ എഴുത്തുകാർ ആദ്യം മുതൽക്ക് തന്നെ ഇട്ടുകൊണ്ട് ക്ലൈമാക്സിൽ ഈ സിനിമയ്ക്ക് ഒരു 2ാം ഭാഗമുണ്ട് എന്ന് ഉറപ്പിച്ചപ്പോൾ പ്രേക്ഷകൻ ത്രില്ലടിച്ച് തന്നെയാണ് തിയേറ്ററിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ നിർത്തുന്നു. 150 രൂപയുടെ ടിക്കറ്റ് എടുക്കുന്ന നിങ്ങൾക്ക് തലവൻ മികച്ച ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും നൽകുക. ചിത്രം തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. നന്ദി.